നമഃശിവായ. ജഗത് ജനനി മാതാ അമൃതാനന്ദമയി ദേവി. സുധാമണി എന്ന ബാലികയിൽ ഗുണവിശേഷങ്ങൾ അവർണ്ണനീയമാണ്. അതേസമയം ആ പിഞ്ചോമനയുടെ ഏറ്റവും വലിയ സവിശേഷത ശൈശവം തൊട്ടുള്ള ഈശ്വര ഭജനയായിരുന്നു. ഒരിക്കൽ അമ്മ ഇതേപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞിലേ മുതൽക്ക് എനിക്ക് ഈശ്വരൻ്റെ ദിവ്യനാമങ്ങളോട് അതിരറ്റ പ്രേമമുണ്ടായിരുന്നു. ഓരോ ശ്വാസത്തോടും കൂടി നിരന്തരം നാമം ജപിക്കുമായിരുന്നു. സ്ഥലമോ കാലമോ കർമ്മമോ ഒന്നും നോക്കാതെ എവിടെയും ഞാൻ ഈശ്വര ചിന്തയിൽ തന്നെ കഴിഞ്ഞു വന്നു. പ്രേമഭക്തിയോടെ നിരന്തരം ഈശ്വരസ്മരണയും നാമജപവും നടത്തുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധകന് ഏറ്റവും സഹായകമാണ്. കളിക്കുമ്പോഴും വീട്ടുജോലികൾ ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ മനസ്സ് സദാ ഈശ്വരനിൽ തന്നെ ലയിച്ചിരുന്നു. എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എന്ന് അമ്മ ചെറുപ്പം മുതൽ ജീവിച്ചു കാണിച്ചു തരികയാണ് ചെയ്തത്. അതിനുവേണ്ടി എന്ത് ക്ലേശവും ത്യാഗവും സഹിക്കാൻ താൻ സദാ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഏത് സ്തുതിയും ഒരിക്കൽ കേട്ടാൽ മതി, ഹൃദിസ്ഥമാക്കും. ഭക്തിഗാനങ്ങൾ നമ്മെ അമൃതത്വത്തിലേക്ക് ഉയർത്തിവിടുമെന്ന് ആ കുഞ്ഞോമന മകൾ അധിഷ്ഠാനത്തിലേക്കൂടി വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. ആചരണമാണ് ഉത്തമമായ പ്രചരണം. കുഞ്ഞിൻ്റെ പ്രേമാർദ്രമായ സ്വരം കേട്ടവർ ആ ദിവ്യ ബാലികയെ മനസ്സിൻ്റെ ഊനാലിലാട്ടി നിർവൃതി കൊണ്ടു. അവർ ആ കൊച്ചു മീരയുടെ നാദധാരയോട് ലയിച്ചു ചേർന്നും കൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. പ്രകൃതിയുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ആ പാവനമൂർത്തി സ്വസാന്നിധ്യം കൊണ്ട് സൂക്ഷ്മതലങ്ങളിൽ ശാന്തി നിറച്ച് ഭജനമന്ദിരത്തിൽ ലയിച്ചു നടന്നു. 4-5 വയസ്സായപ്പോൾ മുതൽ സുധാമണിയുടെ പെരുമാറ്റത്തിൽ മറ്റൊരു പ്രത്യേകത കണ്ടു തുടങ്ങിയിരുന്നു. കുഞ്ഞ് ലോകകാര്യങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞ് അന്തർമുഖമാകും. എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിക്കും. തികച്ചും മൗനം, നിശ്ചലം. ചിലപ്പോൾ കായലരികിൽ ചെന്ന് ധ്യാനിച്ചിരിക്കും. വെള്ളത്തിൽ തത്തിക്കളിക്കുന്ന മീനുകളെ നോക്കി രസിക്കുകയാണെന്ന് അകലെ നിൽക്കുന്നവർക്ക് തോന്നും. തൻ്റെ സ്വരൂപബോധത്തിലേക്ക് ഇടയ്ക്കിടെ ഉയർന്നു പോവുക യൗവനത്തിൽ സുധാമണിയുടെ സ്വഭാവമായിരുന്നിട്ടുണ്ട്. ഏത് ആൾക്കൂട്ടത്തിലായാലും നിമിഷം കൊണ്ട് ഉയർന്ന ഭാവഭൂമിയിലേക്ക് പൊങ്ങി മറയുന്നത് കണ്ടിരുന്നു. ഈ ജന്മം സാധന കൊണ്ട് നേടിയെടുത്തതല്ല, ജന്മനാ ഉള്ള ആത്മീയതയാണ് സുധാമണിയിൽ കാണപ്പെട്ടിരുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സുഗുണാനന്ദച്ചൻ പറഞ്ഞു: അന്ന് കുഞ്ഞ് ധ്യാനത്തിലിരിക്കുകയായിരുന്നെന്ന് ഞങ്ങളെങ്ങനെ മനസ്സിലാക്കാനാണ്? കുഞ്ഞിനെ അതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. വീട്ടിലോ നാട്ടിലോ ആരും ധ്യാനിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടുമില്ല. പിൽക്കാലത്ത് വിവരമുള്ളവർ വെളിയിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞ് ധ്യാനിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പണ്ട് കുഞ്ഞ് ധ്യാനിക്കുമ്പോൾ അനങ്ങാതെ കല്ലുപോലിരിക്കും. ശ്വാസം പോലും കാണുകയില്ല. കുഞ്ഞ് മരിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന് ചിന്തിച്ച് പലപ്പോഴും വീട്ടിലുള്ളവർ തല്ലി അലച്ച് കരഞ്ഞിട്ടുണ്ട്. ധ്യാനത്തിനെക്കുറിച്ചും സമാധിയെക്കുറിച്ചും ഞങ്ങൾക്ക് അത്രയേ അറിയാമായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പോലെയാണ് കുഞ്ഞ് ചെറുപ്പത്തിലും ധ്യാനിച്ചിരുന്നത്. കുഞ്ഞ് ഇതൊക്കെ തനിയെ എങ്ങനെ വശമാക്കി എന്നാണ് അത്ഭുതം. ഈ അത്ഭുതത്തെ പറ്റി വേണ്ടതുപോലെ ചിന്തിച്ചാൽ സുധാമണിയുടെ ശരിയായ മഹത്വം മനസ്സിലാക്കും. ഹരി ഓം നമഃ ശിവായ.